ശ്രീ ബൈജു ആണ് കൊല്ലത്ത് നിന്നും. ശ്രീ ബൈജു, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? വെള്ളാപ്പള്ളി നടേശനെ പോലെ ഒരാളുടെ പിന്തുണ യഥാർത്ഥത്തിൽ CPM നിരന്തരം ബാധ്യതയായി മാറുകയാണോ? ബാധ്യത തന്നെയാണ്. പിന്നെ ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. പറഞ്ഞു. അദ്ദേഹം ഈ മലപ്പുറത്ത് പോയിട്ട് അദ്ദേഹത്തിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കുറവാണെന്ന് സംസാരിച്ചു. അതേപോലെ ഇതിനു മുമ്പേ പാലായിൽ പോയും ഇങ്ങനെ പ്രസംഗിച്ചു. അദ്ദേഹം പാലായിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കുറവാണെന്ന്. കഴിഞ്ഞ 30 വർഷമായിട്ട് അദ്ദേഹം വെള്ളാപ്പള്ളി നടേശൻ SNDP യോഗത്തിന് ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കുക. വിദ്യാഭ്യാസ സ്ഥാപനം കിട്ടാത്തതിന്റെ അദ്ദേഹത്തിന്റെ കഴിവേട് കൊണ്ടാണ്. തീർച്ചയായും അദ്ദേഹത്തിന്റെ കഴിവേട് കൊണ്ടാണ് അദ്ദേഹത്തിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കിട്ടാത്തത്. ഇങ്ങനെ ന്യൂനപക്ഷങ്ങൾ കൂടുതൽ താമസിക്കുന്ന സ്ഥലത്ത് പോയി ഇങ്ങനെ സ്ഥിരം പ്രസംഗിക്കുന്ന പതിവാണ്. മുമ്പേ പാലായിലും പ്രസംഗിച്ചിട്ടുണ്ട്. നിങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ താങ്കൾ. ഇങ്ങനെ പാലായിലും പ്രസംഗിച്ചിട്ടുണ്ട്. അപ്പം കഴിഞ്ഞ 10 വർഷമായിട്ട് പിണറായിയാണ് ഭരിക്കുന്നത്. പിണറായിയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനുവാദം കൊടുക്കേണ്ടത്. അതിന് മുമ്പേ നയനാർ ഭരിച്ചപ്പോഴും അദ്ദേഹം SNDPയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അച്യുതാനന്ദൻ ഭരിച്ചപ്പോഴും 5 കൊല്ലം ജനറൽ സെക്രട്ടറി ആയിരുന്നു. അവരൊക്കെയായിരുന്നു കൊടുക്കേണ്ടത്. അവരുടെ കയ്യിൽ നിന്നാണ് നേടിയെടുക്കേണ്ടത്. അദ്ദേഹത്തിന്റെ കഴിവ് കൊണ്ട് നേടിയെടുത്തില്ല. അല്ല, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നേടിയെടുത്തിട്ട് അദ്ദേഹത്തിന് എന്തോ ചെയ്യാനാ? ഇപ്പൊ കുട്ടികളെല്ലാം കുറഞ്ഞു വരുവാ. വിദ്യാഭ്യാസ എയ്ഡഡ് സ്കൂളിൽ നിന്ന് 500 അധ്യാപകരെ പിരിച്ചു കൊടുക്കുന്നു. കോളേജിൽ വിദ്യാർത്ഥികളില്ല. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നേടുന്ന എന്തിനാ? മാനേജ്മെന്റ് വഴി നിയമനങ്ങൾ നടത്താനില്ലേ? ഈ മാനേജ്മെന്റ് വഴി നിയമനങ്ങൾ നടത്തുമ്പോൾ അതിൽ കിട്ടുന്ന ഇത് SN ട്രസ്റ്റിലാണോ അടയ്ക്കുന്നത്? നിങ്ങൾക്ക് പറയാമോ? SN ട്രസ്റ്റിന്റെ അക്കൗണ്ടിലേക്കാണോ പോകണം, അതോ അദ്ദേഹത്തിന്റെ സ്വന്തം അക്കൗണ്ടിലേക്കാണോ പോണേ? ഇത് ശരിയായി എല്ലാവരും നിരീക്ഷിക്കേണ്ട കാര്യമാണ്. വ്യക്തമാണ്. ശ്രീ ജിൽസൺ ആണ്, കോഴിക്കോട് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ജിൽസൺ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? വെള്ളാപ്പള്ളി നടേശൻ്റെ നിരന്തരമായ പ്രസ്താവനകൾ, അദ്ദേഹത്തിൻ്റെ നിരന്തരമായ നിലപാടുകൾ, അതൊക്കെ ഒരു തരത്തിൽ പറഞ്ഞാൽ പരസ്യമായി ഇടതുപക്ഷത്തെ അനുകൂലിക്കുമ്പോഴും അത് ഇടതുപക്ഷത്തിൻ്റെ ഒരു സ്വഭാവത്തിന് ഒരു ബാധ്യതയായി മാറുകയാണോ? വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനകൾ ചെറിയ തോതിൽ ബാധിച്ചിട്ടുണ്ടാവാം. പക്ഷേ എങ്കിലും അങ്ങേക്കൊരു 23% ഇഴവ സമുദായത്തിലെ പോപ്പുലേഷൻ ഉള്ളതുകൊണ്ട് അതിൽ നിന്നൊരു നല്ലൊരു ശതമാനം വോട്ട് ഇഴവ വോട്ടുകളാണ് പണ്ട് മുതലേ CPM കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആ വോട്ട് ബാങ്ക് ഒന്നും തകർക്കാൻ ഇനി ആർക്കും സാധിക്കില്ല. പിന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലുണ്ടായ പ്രശ്നങ്ങൾ അത് മറ്റൊരു തരത്തില് ആണ് നമ്മൾ കാണേണ്ടത്. ഇത് നിയമസഭ തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേനും സംസ്ഥാന വ്യാപകമായി. എന്റെ ചോദ്യം അതാണ്, വെള്ളാപ്പള്ളിയുടെ ഈ CPM പിന്തുണ അല്ലെങ്കിൽ വെള്ളാപ്പള്ളി CPM തമ്മിൽ ഒന്നിച്ചു പോകുന്ന ഒരവസ്ഥ, അത് യഥാർത്ഥത്തിൽ CPM ഒരു ബാധ്യതയായി മാറുന്നു എന്നുള്ളതാണ് ചോദ്യം. അല്ല, അത് ഒരിക്കലും ബാധ്യതയാണെന്ന് പറയാൻ പറ്റില്ല. കാരണം അങ്ങനെയാണെങ്കിൽ യു ഡി എഫിലെ മുൻകാലങ്ങളിൽ UDF പല സഖ്യകക്ഷികളും ചെയ്തിട്ടുള്ള കൊള്ളരുതായ്മകള് UDF ബാധ്യതയായിട്ട് അവർ പിന്നീടും തിരിച്ചു വന്നിട്ടില്ലേ അധികാരത്തിലേക്ക്. അപ്പൊ അതിനെ കുറിച്ചൊന്നും നമ്മൾ പറയണ്ട. അപ്പം ചോദ്യം വളരെ സിമ്പിൾ ആണ്. ഈ വെള്ളാപ്പള്ളിയെ ഇങ്ങനെ ചേർത്ത് നിർത്തുന്നതുകൊണ്ട് CPM ഗുണമാണോ ദോഷമാണോ? വെള്ളാപ്പള്ളിയെ ചേർത്ത് നിർത്തുന്നതുകൊണ്ട് ഇപ്പൊ തൽക്കാലം നമുക്കാണ് തോന്നുന്നു. പക്ഷെ തീർച്ചയായിട്ടും വെള്ളാപ്പള്ളി ഒരിക്കലും ഒരു ബാധ്യതയാവില്ല. കാരണം വെള്ളാപ്പള്ളി ഒരു ചെറിയൊരു നേതാവൊന്നുമല്ല. ഒരു 23% വരുന്ന, അതാണ് വെള്ളാപ്പള്ളിയെ കൊണ്ട്. വെള്ളാപ്പള്ളി പറഞ്ഞാൽ 23% വരുന്ന കേരളത്തിലെ വിഭാഗമൊക്കെ വോട്ട് ചെയ്യുമോ? 23% വരുന്ന ഇഴവര് വോട്ട് ചെയ്യേണ്ട, ഒരു 10% വോട്ട് ഉറപ്പിച്ചോളൂ. അപ്പൊ 10% വിഭാഗത്തിൽ 10% പേര് വെള്ളാപ്പള്ളി പറഞ്ഞാൽ വോട്ട് ചെയ്യുമോ? വെള്ളാപ്പള്ളി പറഞ്ഞ വോട്ട് ചെയ്യും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അത് അവരുടെ ഇഴവരെന്നും അവരോടൊപ്പം നിന്നിട്ടുള്ളവരാണ്. CPM എന്നും ഇഴവരോടുള്ള അവരനുകമ്പയും അവരുടെ സമുദായത്തിന് വേണ്ടി. അത് വേറെ കാര്യം ശ്രീ ജിൽസൺ, അതൊന്നും അല്ല വിഷയം. CPM ഈഴവ സമുദായമായിട്ടുള്ള ബന്ധവും, വെള്ളാപ്പള്ളി പറഞ്ഞാൽ CPM വോട്ട് ചെയ്യും, അല്ലെങ്കിൽ വെള്ളാപ്പള്ളി കോൺഗ്രസിന് പറഞ്ഞാൽ അവിടെ വോട്ട് ചെയ്യും, അല്ലെങ്കിൽ BJP പറഞ്ഞാൽ അവിടെ വോട്ട് ചെയ്യും എന്ന് പറയുന്ന അവസ്ഥയിൽ എത്ര പേരുണ്ട്? അങ്ങനെ ഒരു വലിയ ശതമാനം ഉണ്ടോ? അല്ല, വെള്ളാപ്പള്ളി ആവശ്യമില്ല. അത് സമുദായത്തിലെ ഇഴവ സമുദായത്തില് എന്നും വെള്ളാപ്പള്ളി പറയാതെ തന്നെ CPM വെള്ളാപ്പള്ളി പറയാതെ എന്നുള്ളത് നിൽക്കട്ടെ. കഴിഞ്ഞ 2016 തെരഞ്ഞെടുപ്പിൽ എങ്ങനെയായിരുന്നു? പരസ്യമായി വെള്ളാപ്പള്ളി നടേശനെതിരെ VS അച്യുതാനന്ദന്റെ നേതൃത്വത്തിൽ അതിരൂക്ഷമായ ആരോപണങ്ങൾ കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഉന്നയിച്ചുകൊണ്ട് ഇടതുമുന്നണി മത്സരിച്ചു. വലിയ ഭൂരിപക്ഷത്തോടുകൂടി അവിടെ ഇടതുമുന്നണി അന്ന് വിജയിച്ചു. ആ വിജയത്തിൽ സ്വാഭാവികമായും കേരളത്തിലെ ഇടതുമുന്നണി എല്ലാ കാലത്തും പ്രത്യേകിച്ച് CPM സഹായിക്കുന്ന ഈഴവ വിഭാഗത്തിന് വലിയ പിന്തുണ ഉണ്ടായിരുന്നു എന്നുള്ള വ്യക്തമാണ്. അത് സംശയമില്ലാത്ത കേസാണ്.
അപ്പോൾ ആ സമയത്തൊക്കെ ജയിച്ചിട്ടുണ്ട്. പിന്നെ വെള്ളാപ്പള്ളിയെ പിന്തുണച്ചാൽ മാത്രമേ അങ്ങനെ വോട്ട് കിട്ടൂ എന്നുള്ള അവസ്ഥ അല്ല, എപ്പോഴാണ്? വെള്ളാപ്പള്ളിനെ പിന്തുണയ്ക്കുന്ന CPM പിന്തുണയ്ക്കുന്നതല്ലോ. വെള്ളാപ്പള്ളി CPM പിന്തുണയ്ക്കുന്നതിന് വെള്ളാപ്പള്ളിയോട് CPM പറയാൻ പറ്റുമോ വേണ്ടാന്ന്?